കേരളത്തിലെ ജനങ്ങളുടെ ഫുട്ബോൾ ആരാധന എത്രത്തോളമാണ് നമ്മളൊക്കെ ആരും പറഞ്ഞു തരണ്ട. കഴിഞ്ഞ ഫിഫ വേൾഡ് കപ്പിലാണെങ്കിൽ കൂടി ഫിഫയുടെ ഒഫീഷ്യൽസ് വരെ കേരളത്തെ പരിഗണിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കട്ടൗട്ട് ഇട്ട് ലോകത്തിന്റെ ശ്രദ്ധ മൊത്തം പിടിച്ചു പറ്റിയ ഒരു നാടാണ് നമ്മുടെ കേരളം. ഇപ്പോൾ കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്ക് വീണ്ടും ഒരു മോട്ടിവേഷൻ തന്നെ പറയാം. ഇവിടെ സ്റ്റാർ പ്ലെയറുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ദ ഗോട്ട് എന്ന് വിളിക്കുന്ന CR7 പിക്ചർ ഇവിടെ ഒരു ആരാധകൻ, ഒരു കലാകാരൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവനിലേക്ക് തന്നെ വിശേഷങ്ങൾ ചോദിച്ചറിയാൻ പോകാം. എൻ്റെ ഒരു മധുമോഹൻ എന്നാണ്, പക്ഷേ എല്ലാവരും മാഡി എന്നാണ് വിളിക്കുന്നത്. ഞാൻ പഠിക്കാം, ഇവിടെ കൊച്ചിയിൽ പഠിക്കുകയായിരുന്നു, ഫിലിം എഡിറ്റിങ്. ഇതുപോലൊരു വർക്ക് ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ എന്താണ്? ഞാൻ കുറേ നാളായിട്ട് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു വർക്കായിരുന്നു ഇത്. പ്രത്യേകിച്ച് CR7 ഞാൻ കട്ട ഒരു ഫാനാണ് CR7. അപ്പോൾ ഇങ്ങനെ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഇന്നലെ രാത്രി ആയപ്പോഴത്തേക്ക് എനിക്കൊരു പെട്ടെന്നൊരു ആഗ്രഹം, ഇന്ന് ചെയ്തേക്കാന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ വന്ന് ചെയ്തതാണ്. ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ റിസർച്ച് ചെയ്യുന്നുണ്ട്. നമുക്കല്ലാണ്ട് നമുക്ക് ഇച്ചിരി കൂടെ ടഫായിട്ട്, അതായത് കേരളത്തിൽ ഇന്നേ വരെ ആരും ചെയ്യാത്ത കുറേ വർക്കുകളൊക്കെ എനിക്കെടുത്ത് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ നോക്കിയപ്പം എനിക്ക് കിട്ടിയൊരു ഐഡിയ ആണ് പിന്നാർട്ട്. അങ്ങനെ ഞാൻ ചെയ്തതാണ്. ഞാൻ ആർട്ടിസ്റ്റാണ്. പിന്നെ ഞാൻ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൻഡാൻ ഗമ്മാർട്ട് എന്ന് പറയുന്ന ഒരു ആർട്ടാണ്. അതായത് നമ്മൾ പശു വെച്ച് വരച്ചിട്ട് ലാസ്റ്റ് പൊടിയായിട്ട് ഇറില്ലേ, അതാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഒരുപാട് വേദികളിൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ കല്യാണ ഫംഗ്ഷന്, പിന്നെ എന്തെങ്കിലും കോൺഫറൻസിന്, മീറ്റിങ്സിനൊക്കെ അങ്ങനെയൊക്കെ പ്രോഗ്രാം ചെയ്യുന്നതാണ്. ഗസ്റ്റിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കല്യാണമൊക്കെ ആണെങ്കിൽ ചെറുക്കൻ്റെ പെണ്ണിൻ്റെ ഫോട്ടോ വരച്ചിട്ടുണ്ട്. ഡാൻസറുമാണ്, ഡാൻസ് ചെയ്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്. എനിക്ക് സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണം. എൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്ന് എനിക്ക് ലോകം മൊത്തം അറിയിക്കണം. അതാണ് എൻ്റെ അംബീഷൻ. എന്നെക്കൊണ്ട് പറ്റുന്ന എന്താണോ അതെല്ലാം എനിക്ക് ചെയ്യണം ഈ ഒറ്റ ലൈഫിൽ. അതായത് ഇപ്പം മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതായത് എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഒന്നും പഠിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. ഞാനെല്ലാം വീഡിയോ കണ്ടാണെങ്കിൽ, ഇപ്പോൾ ഡാൻസ് ആണെങ്കിൽ പോലും സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്തെടുത്തതാണ്. ഫ്ലിപ്പും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചെയ്യുന്നതാണ് ഞാൻ. അപ്പോൾ അതെല്ലാം ഞാൻ സ്വന്തമായിട്ട് പഠിച്ചെടുത്തതാണ്. അതുപോലെ വരയാണെങ്കിൽ പോലും എനിക്കങ്ങനെ ബേസിക്കോ കാര്യങ്ങളോ ഒന്നും അറിഞ്ഞിട്ടല്ല ഞാൻ വരയ്ക്കാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റും എന്ന് എനിക്ക് കോൺഫിഡൻ്റ് ഉണ്ട്. അതായത് എന്ത് കാര്യമാണെങ്കിലും എന്നെക്കൊണ്ട് പറ്റും എന്നെനിക്കൊരു കോൺഫിഡൻ്റ് ഉണ്ട്. അപ്പോൾ അത് ഈ ഒരു ലൈഫിൽ എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷയം. ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു. വെളുപ്പിനെ 3 മണിക്കാണ് ഇവിടെ എത്തിയെന്ന് പറഞ്ഞു. പണ്ടുപാലത്തിന്റെ മേളിൽ വെളുപ്പിനെ 3 മണിക്ക് വന്ന് സ്റ്റാർട്ട് ചെയ്ത വർക്കാണ്. ഇപ്പൊ ഏകദേശം ഒരു 11 മണിയായിട്ടുണ്ടാവും. അപ്പൊ കണ്ടിട്ട് തന്നെ വലിയൊരു കൗതുകമായിട്ട് തോന്നി. അപ്പൊ ഇതേപോലെയുള്ള കലാകാരന്മാർ ഇനിയും വളർന്നു വരട്ടെ. കാരണം നമ്മുടെ കേരളത്തിൽ ഒരുപാട് പേരുകളുണ്ട്. അവരെല്ലാം ഇതേപോലെ വളർന്നു വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നിർത്തിയാണ്. ചെറിയൊരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിക്കുന്നതാണ്. ഇതുപോലെ ഏതെങ്കിലും പുതിയ ആളുകൾക്ക് ഇങ്ങനത്തെ ഒരു ആർട്ട് വർക്ക് പഠിക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രൊഫഷനിലേക്ക് ഇറങ്ങണം എന്ന് ആഗ്രഹിച്ച് പ്രോഗ്രാമത്തിലേക്ക് സമീപിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും എന്നെ കൊണ്ട് പറ്റുമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. എനിക്ക് സന്തോഷമേ ഉള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്ന് വെച്ചാൽ ഇപ്പോഴാ ഞാൻ വർക്കിനൊക്കെ പോകുന്ന സമയത്താണേലും അത്യാവശ്യം ഹെൽപ്പിനൊക്കെ ആൾക്കാരൊക്കെ വരും കൂടെ. പയ്യന്മാരോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ വരും. അപ്പം അമ്മമാർക്ക് ഇങ്ങനെ വരയ്ക്കാനൊക്കെ താല്പര്യമൊക്കെ ഉണ്ടായിട്ട് ജസ്റ്റ് ചോദിക്കുക എങ്ങനെയാണ്. എന്നിട്ടും ഇമ്മമാർക്ക് കോൺഫിഡൻസ് ഇല്ല ചെയ്യാൻ. പക്ഷെ ഞാൻ അമ്മമാരുടെ ബ്രഷൊക്കെ കൊടുത്ത് വരയ്ക്കാനൊക്കെ പറഞ്ഞ് അമ്മമാരെ കൊണ്ട് ചെയ്യിപ്പിക്കും. നമുക്ക് എന്നെ കൊണ്ട് പറ്റുന്ന അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനോടാണ് എനിക്ക് സന്തോഷം. അതിപ്പം വരയാണേലും ഡാൻസ് ആണേലും ഫ്ലിപ്പാണേലും എന്താണേലും. അപ്പോൾ ഏകദേശം മണിക്കൂറുകൾ കൊണ്ട് തൻ്റെ ഇഷ്ടതാരത്തിന് ഒരു അഡ്വാൻസ് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന രീതിയിൽ ഈ കലാകാരൻ ഒരുക്കിയിരിക്കുന്ന ഈ നല്ലൊരു ആർട്ട് വർക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ കാണട്ടെ, ഇല്ലെങ്കിൽ കേരളത്തിലെ തന്നെ എല്ലാ സ്പോർട്സ് പ്രേമികളും ഫുട്ബോൾ പ്രേമികളും കാണട്ടെ. ഇനിയും ഈ കലാകാരൻ ഒരുപാട് ഉയരങ്ങളിലേക്ക് വളരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.